എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഇന്ന് ഓരോ ഹൃദയമിടിപ്പും വന്ദേ മാതരത്തിന്റെ മന്ത്രധ്വനികളാൽ മുഖരിതമാണ്. ഇന്ന് ഓരോ വീടും ഒരു തിരങ്കയാണ്, ഓരോ മനസ്സും ഒരു തിരങ്കയാണ്. ഇന്ന് രാജ്യം വലിയ ആവേശത്തോടും ഉന്മേഷത്തോടും കൂടി പുതിയ സങ്കല്പങ്ങളുമായി മുന്നോട്ട് കുതിക്കുകയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. രാജ്യം ഇന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ത്യാഗത്തിന്റെയും ബലിദാനത്തിന്റെയും പരകോടിയിലെത്തിയ ആ ധീരപുത്രന്മാരെ ഇന്ന് രാജ്യം നന്ദിയോടെ സ്മരിക്കുകയാണ്. തങ്ങളുടെ തപസ്സിലൂടെയും ത്യാഗത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും സ്വാതന്ത്ര്യം എന്ന ഒരേയൊരു ലക്ഷ്യത്തിനായി അവർ തങ്ങളുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ചു. പൂജനീയ ബാപ്പു ഉൾപ്പെടെയുള്ള എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബലിദാനത്തിന്റെ മഹത്തായ പാരമ്പര്യം നമ്മളിൽ ഉണർത്തിയ വിപ്ലവകാരികളെയും ഇന്ന് ഞാൻ ഭക്തിപൂർവം നമിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രപ്രധാനമായ നിമിഷം കൂടിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഓഗസ്റ്റ് 15-ന് ചുവപ്പുകോട്ടയിൽ ആദ്യമായി വന്ദേ മാതരം മുഴങ്ങുകയാണ്. ഇന്ന് രാജ്യത്തെ ജനങ്ങളായ നമ്മൾ വന്ദേ മാതരം 150ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരു സന്ദർഭം വേറെ എന്തുണ്ടാകാനാണ്? എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കനത്ത പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടാവുകയും അതുമൂലം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തു. അവരുടെ വേദനയും പ്രയാസങ്ങളും നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. ദുരിതം അനുഭവിക്കുന്ന ആ കുടുംബങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു, ഈ രാജ്യം മുഴുവൻ അവരോടൊപ്പം തന്നെയുണ്ട്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഏതൊരു രാഷ്ട്രവും മഹത്തരമാകുന്നത് അത് തൻ്റെ സിദ്ധികൾ കൈവരിക്കാൻ സ്വന്തം സ്വപ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും സ്വന്തം സാമർഥ്യത്തിൻ്റെയും കരുത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ചെറിയ സ്വപ്നങ്ങൾ മതിയാകില്ല, വലിയ സ്വപ്നങ്ങൾ വേണം. കാരണം അവ നമ്മുടെ ചിന്താഗതിയെ വികസിപ്പിക്കുന്നു, അവ നമ്മുടെ കാഴ്ചപ്പാടുകളുടെ ചക്രവാളങ്ങളെ വികസിപ്പിക്കുന്നു. നമ്മുടെ നിശ്ചയദാർഢ്യം ദൃഢമായിരിക്കണം. നമ്മുടെ സങ്കല്പങ്ങൾ ദൃഢമാകുമ്പോൾ ഏത് പ്രതിസന്ധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മുന്നേറാനുള്ള വഴികൾ തെളിയും.
കരുത്ത് തനിയെ ഉയിർക്കൊള്ളും. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മുടെ നിശ്ചയദാർഢ്യവും ഉന്നതമായിരിക്കണം. കാരണം സ്വപ്നങ്ങളും നിശ്ചയദാർഢ്യവും ഉന്നതമാകുമ്പോൾ നമ്മുടെ കരുത്തിന്റെ ആഴവും വർദ്ധിക്കുന്നു. നമ്മുടെ പ്രയത്നങ്ങളുടെ ആവേശവും വലുതാകുന്നു. അപ്പോഴാണ് ആ സ്വപ്നങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഭാരതവും ഇത്തരമൊരു വലിയ സ്വപ്നം കാണുകയാണ്. അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെയാണ് കാണുന്നത്. പുതിയ ഉയരങ്ങൾ കീഴടക്കുക എന്നതാണ് ലക്ഷ്യം. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ സ്വപ്നം. 140 കോടി ഭാരതീയരുടെ കഠിനാധ്വാനത്തിലൂടെ ഈ മഹത്തായ ലക്ഷ്യം നമുക്ക് കൈവരിക്കേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യം വികസിതമാകാൻ ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ അത് ലോകത്തിന്റെ കണ്ണുകളിൽ പോലും നമ്മുടെ ധൈര്യത്തിന്റെ അടയാളമായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മെ നോക്കുന്ന ലോകത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ അത് അവരെ നിർബന്ധിതരാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തെ കോടിക്കണക്കിന് പൗരന്മാർ, അത് ദളിതരോ പിന്നാക്കക്കാരോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ ആദിവാസികളോ ആകട്ടെ, ഗ്രാമീണരോ അല്ലെങ്കിൽ നഗരങ്ങളിൽ വസിക്കുന്നവരാകട്ടെ, പാവപ്പെട്ടവരോ ഇടത്തരക്കാരോ യുവാക്കളോ മുതിർന്നവരോ സ്ത്രീകളോ പുരുഷന്മാരോ ആകട്ടെ, വടക്കോ തെക്കോ കിഴക്കോ പടിഞ്ഞാറോ ഉള്ളവരാകട്ടെ, എല്ലാവരും തന്നെ കഴിഞ്ഞ 12 വർഷമായി ഒരു നിശ്ചയദാർഢ്യത്തോടെയും ആത്മസമർപ്പണത്തോടെയും രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പങ്കാളികളായിരിക്കുകയാണ്. എല്ലാവരും എല്ലാ വിധത്തിലും പ്രയത്നിച്ചിട്ടുണ്ട്. അവരുടെ ഈ പരിശ്രമങ്ങളെ ഞാൻ ആദരപൂർവ്വം അംഗീകരിക്കുന്നു. അതിന്റെ ഫലമായാണ് ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തെ കീഴടക്കി അതിൽ നിന്നും മോചിതരായത്. നമ്മുടെ ഈ നാട്ടുകാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് ഒരു കാലത്ത് ഫ്രജൈൽ 5 പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന നമ്മൾ കേവലം 12 വർഷത്തിനുള്ളിൽ ഈ വലിയ നേട്ടം കൈവരിച്ചത്. നാം ഇന്ന് ലോകത്തിലെ പ്രമുഖ സമ്പദ് വ്യവസ്ഥകളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ഒട്ടനവധി സ്വപ്നങ്ങളുമായാണ് നാം സ്വാതന്ത്ര്യം നേടിയത്. എന്നാൽ നമുക്ക് ആ വേഗത കൈവരിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു കരുത്ത് നേടാനായില്ല. എന്തെങ്കിലുമൊക്കെ നടക്കും, അങ്ങ് നടന്നോളും, നോക്കാം എന്നൊക്കെയുള്ള മനോഭാവത്തിൽ നാം അങ്ങ് മുഴുകിപ്പോയി. 2014 ആയപ്പോഴേക്കും ലോകം മുഴുവൻ നമ്മളെ ആ ഫ്രജൈൽ 5 എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി തള്ളിക്കളഞ്ഞിരുന്നു. അങ്ങനെയുള്ള സമയത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഭാരതം ഒരു പുതിയ വേഗത കൈവരിച്ചു. വളരെ വേഗത്തിൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടുകാരുടെ നിശ്ചയദാർഢ്യമാണ്. 140 കോടി ഭാരതീയരുടെ ഈ ദൃഢനിശ്ചയത്തെയും കരുത്തിനെയും തടഞ്ഞു നിർത്തുക എന്നത് അസാധ്യമാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രതിരോധ ഉൽപാദനം ഏകദേശം 4 മടങ്ങായി വർദ്ധിച്ചു. ഖാദി, ഗ്രാമ വ്യവസായ മേഖലകളിലെ ഉൽപാദനം 5 മടങ്ങായി ഉയർന്നു. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഏകദേശം 7 മടങ്ങ് വളർന്നു. ആധുനിക റെയിൽവേ കോച്ചുകളുടെ നിർമ്മാണത്തിൽ 21 മടങ്ങ് വർധന ഉണ്ടായി. മൊബൈൽ ഫോൺ ഉൽപാദനം 33 മടങ്ങാണ് വർദ്ധിച്ചത്. ഇതുമാത്രമല്ല, ആധുനിക യുഗത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഡിജിറ്റൽ ഇന്നോവേഷൻ ലോകത്തും നമ്മൾ നമ്മുടെ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്.
ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ ഏകദേശം 4 മടങ്ങ് വർധനവാണ് ഉണ്ടായത്. പേറ്റന്റ് അനുവദിക്കുന്ന കാര്യത്തിലും 4 മടങ്ങ് വർധന ഉണ്ടായി. ഡിജിറ്റൽ ഇടപാടുകൾ 100 മടങ്ങായി വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ മനുഷ്യർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഞങ്ങൾ അത്ര തന്നെ ഗൗരവത്തോടെയാണ് പ്രവർത്തിച്ചത്. എല്ലാ വർഷവും ശരാശരി 15 മടങ്ങ് അധികം വേഗത്തിൽ ഞങ്ങൾ പൈപ്പിലൂടെയുള്ള കുടിവെള്ള കണക്ഷനുകൾ നൽകി. അതുപോലെ ഓരോ വർഷവും ശരാശരി 6 മടങ്ങ് കൂടുതൽ വേഗത്തിൽ ജനങ്ങൾക്ക് ഗ്യാസ് കണക്ഷനുകളും ലഭ്യമാക്കി. ഓരോ വർഷവും പാവപ്പെട്ടവർക്കായി ശൗചാലയങ്ങൾ നിർമ്മിക്കുന്ന ജോലി നമ്മൾ 4 മടങ്ങ് വേഗതയിൽ പൂർത്തിയാക്കി. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പ്രവർത്തനങ്ങൾ 3 മടങ്ങ് വേഗത്തിലാണ് നടപ്പിലാക്കിയത്. ഭരണ നിർവഹണത്തിലും രാജ്യം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആയിരക്കണക്കിന് ചട്ടങ്ങളും 100 കണക്കിന് പഴയ നിയമങ്ങളും നമ്മൾ എടുത്തു കളഞ്ഞു. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിലെ നിയമങ്ങൾ ഉപയോഗിച്ച് നമുക്ക് 21ാം നൂറ്റാണ്ടിലേക്ക് മുന്നേറാൻ കഴിയില്ല. നമ്മൾ ആധുനിക ഇൻഫ്രാസ്ട്രക്ചറിനായി മെട്രോ വികസിപ്പിക്കുകയും പബ്ലിക് ട്രാൻസ്പോർട്ടിന് കൂടുതൽ കരുത്ത് നൽകുകയും ചെയ്തു. നമ്മൾ ജോലി ചെയ്ത ആ വേഗതയും അതിന്റെ വ്യാപ്തിയും ഈ മാറ്റങ്ങളും ഈ വികസനവും എല്ലാം സ്വാതന്ത്ര്യത്തിന് ശേഷം കഴിഞ്ഞ ഒരു ദശകത്തിനിടയിലാണ് ഇതാദ്യമായി നാം കാണുന്നത്. ഇത്രയധികം നേട്ടങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവുകയും ഇത്ര വേഗത്തിലുള്ള പുരോഗതി ദൃശ്യമാവുകയും ചെയ്യുമ്പോൾ ഓരോ നിമിഷവും നമ്മുടെ നാട്ടുകാരുടെ കരുത്ത് വ്യക്തമായി തെളിഞ്ഞു വരികയാണ്. അങ്ങനെയെങ്കിൽ 2047 വികസിത ഭാരതം എന്ന നമ്മുടെ സങ്കല്പം ഒരിക്കലും അപൂർണമായിരിക്കില്ല. നാം മുന്നോട്ട് കുതിക്കുകയാണെന്നതിന് ഈ കണക്കുകളെല്ലാം തന്നെ സാക്ഷ്യം നൽകുന്നു. പ്രിയപ്പെട്ട ദേശവാസികളെ, അതിനായി നമുക്ക് ആത്മവിശ്വാസം ആവശ്യമാണ്, ആത്മാഭിമാനം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഭാരതം ഇനി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണം. ലോകത്ത് എല്ലാം ലഭ്യമാണ്. വില കുറഞ്ഞും വേഗത്തിലും അവ ലഭിച്ചേക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ആന്തരികമായ കരുത്ത് വളരുകയില്ല. അവിടെയാണ് നമ്മുടെ കരുത്തിന്റെ യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കരുത്ത് നമ്മൾ തന്നെ ആർജിക്കണം. അതുകൊണ്ടാണ് ആത്മനിർഭർ ഭാരതം എന്ന സങ്കല്പം വളരെ ദൃഢനിശ്ചയത്തോടെ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, സ്വദേശി, വോക്കൽ ഫോർ ലോക്കൽ തുടങ്ങി ഈ മേഖലകളിലെല്ലാം ഇന്ന് ഓരോ ഭാരതീയന്റെയും മനസ്സൊത്തുചേരുകയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, സെമി കണ്ടക്ടറിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകാം. രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം തന്നെ ലോകമെമ്പാടും സെമി കണ്ടക്ടറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. നമ്മുടെ നാട്ടിലും അത്തരം സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെമി കണ്ടക്ടർ മേഖലയിൽ ഒരു വലിയ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് എന്താണ് അവസ്ഥ? ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത്, ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ ഈ മേഖലയുടെ പ്രാധാന്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഏതൊരു ഇലക്ട്രോണിക് വസ്തുവാകട്ടെ, നമ്മുടെ മെഡിക്കൽ ഉപകരണങ്ങളാകട്ടെ, അതുമല്ലെങ്കിൽ നമ്മുടെ ഗതാഗത മാർഗങ്ങളാകട്ടെ, ഇവയിലെല്ലാം തന്നെ ചിപ്പുകൾ അത്യന്താപേക്ഷിതമാണ്. വാസ്തവത്തിൽ ഈ ചിപ്പുകളില്ലാതെ ലോകം തന്നെ നിശ്ചലമായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള യാത്രയിൽ ഭാരതം സ്വന്തമായി വലിയ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ്. 3 സെമി കണ്ടക്ടർ പ്ലാന്റുകളുടെ ജോലികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു.
അവിടെ ഉൽപാദനം നടക്കുന്നുണ്ടെന്നും കയറ്റുമതി ആരംഭിച്ചുവെന്നും എന്നെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ളത്, വരും 7-8 വർഷത്തിനുള്ളിൽ 7-8 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ കൂടി ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുകയാണ് എന്നാണ്. ഇത് ആത്മനിർഭർ ഭാരതം, വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് വലിയൊരു പാത തന്നെ ഒരുക്കി തരികയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഇപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യ മുഴുവനായും ഈ ക്രിട്ടിക്കൽ മിനറൽസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിലും സ്വയം സുരക്ഷിതരാകാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഭാരതം. ക്രിട്ടിക്കൽ മിനറലിന്റെ ആവശ്യം പൂർണ്ണമായും നിറവേറ്റണം. ഇതിനായി നമ്മൾ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ആരംഭിക്കുകയും അതിലൂടെ ഒരു ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളുമായും കരാറുകൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിർണായകമായ വിഷയത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഭാരതത്തിൽ വിശ്വാസമർപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, സെമി കണ്ടക്ടറുകളുടെയും ക്രിട്ടിക്കൽ മിനറലിന്റെയും കാര്യത്തിൽ എന്ന പോലെ തന്നെ നമ്മളും ഈ ലോകവും ഇന്ന് ഏത് സാങ്കേതിക വിദ്യയുടെ ദിശയിലേക്കാണോ സഞ്ചരിക്കുന്നത്, അവിടെ ഊർജത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊർജമില്ലാതെ പുതിയ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഇനി അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ചിപ്പുകളാകട്ടെ, AI ആകട്ടെ, ഡാറ്റ സെന്ററുകളാകട്ടെ, നമുക്ക് വളരെ വലിയ അളവിൽ വൈദ്യുതി ആവശ്യമായി വരും. ഊർജ സുരക്ഷ എന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനാൽ തന്നെ നമ്മൾ നേരത്തെ തന്നെ ആ ദിശയിൽ ഒന്നൊന്നായി കരുത്തുറ്റ ചുവടുകൾ വെച്ച് കഴിഞ്ഞു. ഊർജ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് ആണവോർജം അഥവാ ന്യൂക്ലിയർ ഊർജം. പാർലമെന്റിൽ ആറ്റോമിക് എനർജി ആക്ട് പാസാക്കിയതിലൂടെ ഒരു പുതിയ ലക്ഷ്യത്തിലേക്കുള്ള പാത നമ്മൾ ഇതിനകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. 2047 വരെ 100 ജിഗാവാട്ട് ന്യൂക്ലിയർ ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പതിറ്റാണ്ടിനുള്ളിൽ 5 പുതിയ ന്യൂക്ലിയർ റിയാക്ടറുകൾ ആരംഭിക്കുകയും ചെയ്യും. ഈ വർഷം ഫാസ്റ്റ് ബ്രീഡർ ന്യൂക്ലിയർ ടെക്നോളജിയിൽ വൈദഗ്ധ്യം നേടിയതിലൂടെ ഭാരതം ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. ഇതിലൂടെ ആണവ ഇന്ധനത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള വലിയൊരു വിജയത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ദേശവാസികളെ, പലപ്പോഴുമുള്ള വിഭവങ്ങളുടെ കുറവ് കാരണം രാജ്യം തളർന്നു നിൽക്കാൻ പാടില്ല. നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ചിന്തകളുടെ പരിമിതികളാണ്. നമ്മുടെ ചിന്തകൾ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങിപ്പോകുമ്പോൾ ആ പരിമിതികൾ നമ്മളെ തളർത്താൻ തുടങ്ങും. അപ്പോൾ സ്വന്തം കഴിവുകളെ തിരിച്ചറിയാൻ പോലും നമുക്ക് സാധിക്കാതെ വരുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്തിന് ഇന്ധനത്തിനായി ക്രൂഡ് ഓയിലിനെ വളരെയധികം ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ തെറ്റായ ചിന്താഗതികൾ കാരണമാണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ സമുദ്രതീരത്തിന്റെ 99% പഴഞ്ചൻ ചിന്താഗതികൾ കാരണം നമ്മൾ നോ ഗോ ഏരിയ ആയിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. കടലിനടിയിൽ പോയി പര്യവേഷണങ്ങൾ നടത്തേണ്ട എന്നത് നമ്മുടെ തന്നെ തീരുമാനമായിരുന്നു. ഇത് ചിന്താഗതിയിലെ ദാരിദ്ര്യമായിരുന്നു. എന്നാൽ ഇത് ഇങ്ങനെ തുടരാനാവില്ലെന്ന് നമ്മൾ ഉറപ്പിച്ചു. മുമ്പ് നോ ഗോ ഏരിയ ആയിരുന്ന ആ 99% ഭാഗവും ഇപ്പോൾ പര്യവേഷണത്തിനായി നമ്മൾ ഗോ എഹെഡ് ഏരിയ എന്ന നിലയിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ സമുദ്രത്തിനടിയിലും പര്യവേഷണങ്ങൾ നടത്താനും പുതിയ പുതിയ നിക്ഷേപങ്ങൾ കണ്ടെത്താനുമുള്ള ദിശയിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. അതിനായി നമ്മൾ വലിയ പരിശ്രമങ്ങൾ തന്നെ നടത്തി വരുന്നു.
കഴിഞ്ഞ വർഷം ഇതേ ദിശയിൽ സുപ്രധാനമായ ഒരു ചുവടുവെപ്പായി നമ്മൾ സമുദ്രമന്ഥൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രവർത്തനങ്ങൾക്കായി 85,000 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈ ദൗത്യത്തിന് വേഗത കൂട്ടാനുള്ള തീരുമാനവും നമ്മൾ എടുത്തു കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഊർജ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ മറ്റു പകര സംവിധാനങ്ങളെക്കുറിച്ചും ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. അതിനാൽ ബദൽ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനായി നമ്മുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഊർജത്തിന്റെ ശരിയായ ഉപയോഗം വർദ്ധിപ്പിച്ചുകൊണ്ട് ഭാരതം ഇന്ന് ഈ ദിശയിൽ വളരെ വേഗത്തിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2014 മുമ്പ്, അതായത് ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ്, നമ്മുടെ രാജ്യത്ത് വെറും 70 നഗരങ്ങളിൽ മാത്രമാണ് പൈപ്പ് വഴിയുള്ള ഗ്യാസ് സൗകര്യം ഉണ്ടായിരുന്നത്. പൈപ്പിലൂടെയുള്ള ഗ്യാസ് വിതരണം അന്ന് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ആ 70 നഗരങ്ങളെ നമ്മൾ 700 നഗരങ്ങളിലേക്ക് ഉയർത്തിക്കഴിഞ്ഞു. ഇതാണ് യഥാർത്ഥ വേഗത, ഇതാണ് വികസനത്തിന്റെ വ്യാപ്തി. 2014 മുമ്പ് വെറും 20 മുതൽ 22 ലക്ഷം വീടുകളിൽ മാത്രമാണ് പൈപ്പ് വഴി ഗ്യാസ് എത്തിയിരുന്നത്. ഇന്ന് 1.25 കോടി വീടുകളിൽ പൈപ്പ് വഴി ഗ്യാസ് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നു വരികയാണ്. അതുപോലെ 12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തെ സോളാർ എനർജി ശേഷി വെറും 2 ജിഗാവാട്ട് മാത്രമായിരുന്നു. 2 ജിഗാവാട്ട് മാത്രമായിരുന്ന സ്ഥാനത്ത് ഇന്ന് 160 ജിഗാവാട്ട് എന്ന ലക്ഷ്യം നമ്മൾ കൈവരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഞാൻ മറ്റൊരു വിവരവും കൂടി പങ്കുവെക്കുകയാണ്. ഇതിന്റെ ഗുണഫലങ്ങൾ രാജ്യത്തെ സാധാരണ കുടുംബങ്ങൾക്കും ഇടത്തരക്കാർക്കും ലഭിക്കണമെന്ന കാര്യത്തിൽ നമ്മൾ അത്രത്തോളം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇതിനായി നമ്മൾ PM സൂര്യഘർ സൗജന്യ വൈദ്യുതി പദ്ധതി ആരംഭിച്ചു. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 50 ലക്ഷം വീടുകളിൽ ഇതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയായി എന്നറിയുന്നതിൽ എനിക്ക് വലിയ സംതൃപ്തിയുണ്ട്. സോളാർ ഊർജത്തിന്റെ കാര്യത്തിൽ ലക്ഷ്യം മറികടന്ന് നാം മുന്നേറുകയാണ്. ഇതിന്റെ ഫലമായി ഇന്ന് ആയിരക്കണക്കിന് വീടുകളിലെ വൈദ്യുതി ബിൽ വെറും 0. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് തങ്ങളുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗിച്ച ശേഷം അധികമായി വരുന്ന വൈദ്യുതി വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നു. ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഓരോ കുടുംബത്തിനും സർക്കാർ 80,000 രൂപ സഹായം നൽകുന്നു. അതുകൊണ്ടാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഇതറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. നമ്മുടെ രാജ്യത്തെ റെയിൽവേ വൈദ്യുതീകരണ ജോലികൾ ആരംഭിച്ചത് 1925-ലാണ്. എന്നാൽ അതിനുശേഷമുള്ള 90 വർഷങ്ങളിൽ, അതായത് 1925 മുതൽ 90 വർഷമെടുത്തപ്പോൾ വെറും 30% റെയിൽവേ ലൈനുകൾ മാത്രമാണ് വൈദ്യുതീകരിക്കാൻ സാധിച്ചത്. അതായത് 90 വർഷം കൊണ്ട് വെറും 30%. ലക്ഷ്യത്തിലെത്താനുള്ള നമ്മുടെ അന്നത്തെ ആ വേഗത ഒന്ന് നോക്കൂ. എന്നാൽ കഴിഞ്ഞ വെറും ഒരു പതിറ്റാണ്ടിനുള്ളിൽ നമ്മൾ 100% ജോലികളും പൂർത്തിയാക്കി കഴിഞ്ഞു. 90 വർഷം കൊണ്ട് വെറും 30% നടന്നിടത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 70% ജോലികൾ നമ്മൾ പൂർത്തിയാക്കി. ഇതാണ് യഥാർത്ഥ കർമ്മകുശലത. ഇതിന്റെ ഫലമായി നമുക്ക് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വന്നിരുന്ന ഡീസൽ വലിയ തോതിൽ ലാഭിക്കാൻ സാധിച്ചു. തീവണ്ടികൾ വൈദ്യുതിയിൽ ഓടാൻ തുടങ്ങിയതോടെ പരിസ്ഥിതിക്കും അത് വലിയ ഗുണമായി മാറി. പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മൾ ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിച്ചിട്ടില്ല. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒട്ടും പിന്നിലായി പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇന്ധന രംഗത്തെ പുതിയൊരു മേഖലയിലേക്ക് കൂടി ഭാരതം ഇപ്പോൾ ചുവടുവെച്ചിരിക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊരു സാധാരണ ട്രെയിൻ അല്ല. ഏറ്റവും നീളം കൂടിയതും കരുത്തുറ്റതുമായ ട്രെയിനാണിതെന്ന കാര്യം
നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ലോകത്തിലെ ഹൈഡ്രജൻ ട്രെയിനുകളുടെ കാര്യത്തിൽ ഭാരതം ഇപ്പോൾ സ്വന്തം മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട ദേശവാസികളെ, കഴിഞ്ഞ 10-12 വർഷമായി 2047 ലക്ഷ്യങ്ങൾ കൈവരിക്കാനായുള്ള കുതിപ്പിലാണ് നമ്മൾ. ഓരോരോ നാഴികക്കല്ലുകളും നമ്മൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇത്രയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ അനേകം വെല്ലുവിളികളെയാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. കോവിഡ് പോലുള്ള ആഗോള മഹാമാരി ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തി. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും തകിടം മറിയുന്ന ഒരു അവസ്ഥ. കൊറോണയിൽ നിന്ന് നമ്മൾ കരകയറി വരുമ്പോഴേക്കും യുദ്ധഭീകരതയുടെ വാർത്തകൾ വരാൻ തുടങ്ങി. ഉക്രൈനിലായാലും പശ്ചിമേഷ്യയിലായാലും എല്ലായിടത്തും സംഘർഷാവസ്ഥയായിരുന്നു. ഭാവി പ്രവചിക്കുന്നവർ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നടത്തിയതെന്ന് ആർക്കറിയാം. രാജ്യത്തെ പേടിപ്പിക്കുക, ജനങ്ങളിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കുക എന്നതിലൊക്കെയാണ് ചിലർക്ക് സന്തോഷം ലഭിക്കുന്നത്. നമുക്ക് വാക്സിൻ ലഭിക്കില്ലെന്ന് പോലും അവർ പറഞ്ഞു പരത്തി. ഈ പ്രതിസന്ധിയിൽ ആരും രക്ഷപ്പെടില്ല, ഒന്നും അവശേഷിക്കില്ല എന്നൊക്കെയായിരുന്നു പ്രചാരണം. അതിനിടയ്ക്കാണ് വെസ്റ്റ് ഏഷ്യയിൽ പ്രതിസന്ധി ഉടലെടുത്തത്. പെട്രോൾ പമ്പുകളിൽ പെട്രോൾ കിട്ടില്ല, ഗ്യാസും ഡീസലും കിട്ടില്ല, വളം പോലും ലഭിക്കില്ല എന്നിങ്ങനെ ലോകമെമ്പാടും കിംവദന്തികൾ പരത്തി ഭാരതത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്താനും പരിഭ്രാന്തിയിലാഴ്ത്താനും അവരെ കടുത്ത ആശങ്കയിലേക്ക് തള്ളിവിടാനുമാണ് ചിലർ ശ്രമിച്ചത്. ഇതൊക്കെ കണ്ട് ചിലർ വലിയ സന്തോഷത്തിലുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10-12 വർഷത്തെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള പദ്ധതികൾ ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണെന്നും ഇത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും നമ്മൾ തളരില്ലെന്നും രാജ്യം ഇപ്പോൾ നേരിൽ കണ്ടു കഴിഞ്ഞു. പൗരന്മാർ ദൈവതുല്യം എന്ന മന്ത്രത്തോടെ ഭാരതം നടത്തിയ തയ്യാറെടുപ്പുകളും എടുത്ത ഓരോ ചുവടുവെപ്പുകളും ഇന്ന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ നമുക്ക് തുണയായി. അതിന്റെ ഫലമായാണ് ഇന്ന് രാജ്യത്ത് ഗ്യാസിനും പെട്രോളിനും യൂറിയയ്ക്കും ഒരു ക്ഷാമവും ഇല്ലാത്തത്. നമ്മൾ സ്വന്തം കരുത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ലോകത്തുണ്ടായ ഈ പ്രതിസന്ധികൾ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ആ ആഘാതങ്ങളിൽ നിന്ന് നമ്മൾക്കും മോചനമില്ല. ഒരു ഉദാഹരണത്തിന്, ലോക വിപണിയിൽ യൂറിയയുടെ വില ഒരു ചാക്കിന് 3000 രൂപ വരെയായി ഉയർന്നിരിക്കുകയാണ്. എന്നിരുന്നാലും ആ ഭാരം നമ്മുടെ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. പകരം ആ ബാധ്യത ഗവൺമെന്റ് സ്വന്തം തോളിലേറ്റുകയായിരുന്നു. ലോക വിപണിയിൽ 3000 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു ചാക്ക് യൂറിയ വെറും 300 രൂപയ്ക്കാണ് നമ്മുടെ കർഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അതുകൊണ്ട് തീർന്നില്ല. DAPയുടെ വില ഇന്ന് ലോക വിപണിയിൽ 5000 രൂപ വരെയായി ഉയർന്നിരിക്കുകയാണ്. എന്നാൽ എൻ്റെ രാജ്യത്തെ കർഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇന്നും 1350 രൂപയ്ക്ക് തന്നെ അവർക്ക് DAP നൽകുന്ന ജോലി ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, ആത്മനിർഭർ ഭാരതത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്ന് ചിന്തിക്കുന്ന ചിലർ ഗ്ലോബലൈസേഷൻ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ലോകം ആഗോളവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ നിർത്തിയോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എവിടെ നിന്ന് ആണോ ആഗോളവൽക്കരണത്തിന് വേണ്ടിയുള്ള ശബ്ദം ഉയർന്നിരുന്നത്, അവിടെ നിന്ന് ഇപ്പോൾ അങ്ങനെയൊന്നും കേൾക്കാനില്ല. മറിച്ച് ഇന്ന് ലോകത്തിലെ ഓരോ രാജ്യവും അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ചില ആളുകൾ തങ്ങളുടെ സ്വാധീനവും പ്രഭാവവും ഉറപ്പാക്കാൻ വിഭവങ്ങളെ ആയുധമാക്കുകയാണ്. ഇന്ന് ലോകം അതിൻ്റെ പക്കലുള്ള എന്തിനേയും ആയുധമാക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് വിഭവങ്ങളെ ആയുധമാക്കൽ, റിസോഴ്സുകളെ ആയുധമാക്കൽ. പെട്രോൾ, ഡീസൽ, വളം, മരുന്നുകൾ, ടെക്നോളജി ചിപ്പുകൾ എന്ന് വേണ്ട ഭൂപ്രദേശങ്ങളെ പോലും ഇന്ന് ആയുധമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ആത്മനിർഭരത എന്ന മന്ത്രവും മുറുകെ പിടിച്ച് കഴിഞ്ഞ 10 വർഷം ശരിയായ ദിശയിൽ സഞ്ചരിച്ചിരുന്നില്ല എങ്കിൽ ഇത്രയും വലിയ വെല്ലുവിളികളെ ഇത്ര കരുത്തോടെ നേരിടാൻ നമുക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു എന്ന് സങ്കല്പിച്ചു നോക്കൂ.
നമ്മുടെ തയ്യാറെടുപ്പുകൾ ഇന്ന് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇന്ന് മറുവശത്ത് ഭാരതത്തിന്റെ പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ പൂർണ്ണമായും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിന് മുന്നിൽ സുരക്ഷിതവും ആദരണീയവുമായ ഒരു രാജ്യമായി ഭാരതം മാറി വരികയാണ്. ഭാരതത്തിന് ഇന്ന് സുസ്ഥിരമായ ഒരു രാഷ്ട്രീയ മാൻഡേറ്റ് ഉണ്ട്, കരുത്തുറ്റ ഒരു ഗവൺമെന്റ് ഉണ്ട്, വൈബ്രന്റായ ജനാധിപത്യമുണ്ട്, ഒപ്പം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും അങ്ങേയറ്റം ശക്തമാണ്. നമുക്കെല്ലാവർക്കും വഴികാട്ടിയായി ഭാരതത്തിന്റെ ഭരണഘടനയുമുണ്ട്. ഇന്ന് ലോകം നമ്മുടെ ഈ കരുത്തിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2014 ശേഷം ലോകത്തിലെ ഏകദേശം 40 രാജ്യങ്ങളുമായി നമ്മൾ FTA കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ എത്ര വലിയൊരു അവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത് എന്ന്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ട്രേഡ് കരാറുകൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് വളരെ വലിയൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും നമ്മുടെ MSMEകളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് മുന്നിൽ വന്നു ചേർന്ന ഈ സുവർണാവസരം നമ്മൾ ഒരിക്കലും കൈവിടരുത് എന്നാണ്. നമുക്ക് ലോകത്തിന്റെ നെറുകയിൽ എത്തേണ്ടതുണ്ട്. ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഉൽപ്പന്നവും ആഗോള വിപണിയിൽ എത്തണം. അത് നമ്മുടെ ടെക്സ്റ്റൈൽസ് ആയാലും മെഷീനറി ആയാലും അതല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന മരുന്നുകളായാലും. ഈ ഒരു അവസരം നമ്മൾ ഒരു കാരണവശാലും പാഴാക്കരുത്. എന്നാൽ ആഗോള മാനദണ്ഡങ്ങൾ മറികടക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തിന് നിലവിൽ ലഭ്യമായതിനേക്കാൾ മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് നൽകാൻ കഴിയണം. ഒപ്പം അവ വില കുറഞ്ഞതുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പഞ്ചാബിലെ ലുധിയാന മുതൽ തമിഴ്നാട്ടിലെ തിരുപ്പൂർ വരെയുള്ള നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ലോക വിപണി കീഴടക്കാൻ സാധിക്കും. ഇത്രമാത്രമല്ല, കേരളം മുതൽ ഗുജറാത്ത് വരെയും തമിഴ്നാട് മുതൽ ബംഗാൾ വരെയുമുള്ള നമ്മുടെ സമുദ്രതീരങ്ങളും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായ സഹോദരീ സഹോദരന്മാരും ഇന്ന് ഏറെ മുന്നേറുകയാണ്. പുതിയ FTA കരാറുകൾ കാരണം നമ്മുടെ ചെമ്മീൻ കയറ്റുമതിക്കും അതോടൊപ്പം നമ്മുടെ സീ ഫുഡ് ഉൽപ്പന്നങ്ങൾക്കും വലിയ സാധ്യതകളാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ലോക വിപണിയിൽ നമുക്ക് വലിയ സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ അനുകൂല സാഹചര്യം പരമാവധി മുതലാക്കി ഇനിയും മുന്നേറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഈ കാര്യങ്ങൾക്ക് പിന്നിൽ ശക്തമായ അടിത്തറയിൽ കെട്ടിപ്പടുത്ത 2047 എന്ന ലക്ഷ്യമുണ്ട്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുക എന്നത് കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ രാജ്യത്തെ ജനങ്ങൾ കാണിച്ചു തന്ന ആ കരുത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ നൂറ്റാണ്ടിന്റെ 4/1 ഭാഗം ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. വരാനിരിക്കുന്ന അടുത്ത 1/4 നൂറ്റാണ്ട് നമുക്ക് അങ്ങേറ്റം പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് വിശ്രമിക്കാനാവില്ല. നമ്മുടെ വേഗത ഒട്ടും കുറയാനും പാടില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനം കൃത്യമായി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വരൂ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മുടെ വർക്ക് കൾച്ചറിൽ മാറ്റം വരുത്തുന്നതിനൊപ്പം തന്നെ നമ്മുടെ ചിന്താഗതിയിലും പ്രവർത്തന വേഗതയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ 5-7 പതിറ്റാണ്ടുകളായി നടക്കാത്ത കാര്യങ്ങൾ വരുന്ന 5-7 വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. എൻ്റെ രാജ്യത്തെ യുവശക്തിയിലും യുവാക്കളിലും അമ്മമാരിലും സഹോദരിമാരിലും അതുപോലെ കർഷകരിലും തൊഴിലാളികളിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പരിഷ്കാരങ്ങളുടെ വേഗത നമ്മൾ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ റിഫോമിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു പരിഷ്കാരമല്ല, മറിച്ച് നമുക്ക് മുന്നിലുള്ള ഒരു അനിവാര്യതയാണ്. ഈ പരിഷ്കാരങ്ങൾ എന്നത് വെറും ഒരു ട്രെൻഡിങ് വാക്കല്ല, മറിച്ച് അത് നമ്മുടെ ഉറച്ച ബോധ്യമാണ്. ആ ദൃഢനിശ്ചയത്തോടെയാണ് നമ്മൾ പരിഷ്കാരങ്ങളുടെ പാതയിലൂടെ അതിവേഗം മുന്നോട്ട് കുതിക്കുന്നത്. വരും ദിവസങ്ങളിൽ അടുത്ത ഘട്ടത്തിലുള്ള വലിയ പരിഷ്കാരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ, സമൂഹം, വ്യവസായ ലോകം, ഉൽപാദകർ, കർഷകർ തുടങ്ങി എല്ലാവരും തങ്ങളുടെ പരമ്പരാഗതമായ രീതികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മുടെ ചിന്താഗതിയിലും വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങളെ നാം പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ,
നമുക്കൊരു നിശ്ചിത ദിശയിലേക്ക് മുന്നേറേണ്ടതുണ്ട്. ഭാരതത്തിന്റെ കരുത്തിനെ സപ്തസിന്ധുക്കളായി നമ്മൾ അറിഞ്ഞിരുന്ന, മനസ്സിലാക്കിയിരുന്ന, കേട്ടിരുന്ന ആ കാലഘട്ടത്തെ ഇന്ന് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായി നമുക്ക് പുതിയൊരു പ്രവാഹം ആവശ്യമാണ്. ഇന്ന് ഈ ചെങ്കോട്ടയുടെ മതിൽക്കെട്ടിൽ നിന്ന് രാജ്യത്തിന് മുന്നിൽ ശക്തിയുടെ സപ്തധാരകളെ ഞാൻ ആവാഹിക്കുകയാണ്. വരാനിരിക്കുന്ന 5-7 വർഷങ്ങൾക്കുള്ളിൽ കഴിഞ്ഞ 5-7 പതിറ്റാണ്ടുകൾ കൊണ്ട് സാധ്യമാകാത്ത കാര്യങ്ങൾ ഈ സപ്തധാരകളുടെ കരുത്തിലൂടെയും ശക്തിയിലൂടെയും നമ്മൾ നേടിയെടുക്കും. രാജ്യത്തിന് പുതിയൊരു ഉയരവും പുതിയൊരു വേഗതയും നൽകുന്നതിനൊപ്പം പുതിയ ലക്ഷ്യങ്ങൾ മറികടക്കാനുള്ള കരുത്തും നമ്മൾ കൈവരിക്കും. ഇതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ യുവശക്തിയുടെ ആ കഴിവ് രാഷ്ട്ര നിർമ്മാണത്തിനായി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അവരുടെ കരുത്ത് നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർക്കും. വരും ദിവസങ്ങളിൽ ഞാൻ സപ്തധാരകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സപ്തധാരകളിലെ ഒന്നാമത്തെ ശക്തി എന്നത് ഇതാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മാനുഫാക്ചറിംഗ് സെക്ടറിനെ നമ്മൾ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മുതൽ വലിയ ഉൽപ്പന്നങ്ങൾ വരെ നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. വാല്യൂ ചെയിൻ പൂർണ്ണമായും നമ്മുടേതായിരിക്കണം. അതിനായി ആവശ്യമായ എല്ലാ കോമ്പോണന്റുകളും നമ്മൾ തന്നെ നിർമ്മിക്കണം. നമുക്ക് സമ്പൂർണമായ മാനുഫാക്ചറിങ്ങും അതുപോലെ സമ്പൂർണമായ ഉൽപ്പന്നങ്ങളും ആവശ്യമാണ്. ഡിസൈൻ മുതൽ മാനുഫാക്ചറിംഗ് വരെ ഭാരതത്തെ ഗ്ലോബൽ സപ്ലൈ ചെയിനിന്റെ ഭാഗമാക്കണം. നമുക്ക് ലോകത്തിന്റെ വിശ്വസനീയ കേന്ദ്രമായി മാറണം. ഇതിനായി 3 കാര്യങ്ങളിൽ പ്രത്യേക ഊന്നൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഇത് നിങ്ങൾക്കുള്ള സമയമാണ്, വലിയൊരു അവസരമാണ്. ഈ അവസരം കൈവിട്ടു കളയരുത്. ഇതിനായി കോസ്റ്റ്, ക്വാളിറ്റി, സ്കെയിൽ എന്നിവയിൽ ആഗോള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉയരേണ്ടതുണ്ട്. നമ്മുടെ ഫാക്ടറികൾ കൂടുതൽ മത്സരക്ഷമതയുള്ളതാകണം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ യൂസർ ഫ്രണ്ട്ലി ആകണം. നമ്മുടെ പാക്കേജിംഗ് ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്നതും മനംകവരുന്നതുമായിരിക്കണം. സീറോ ഡിഫക്ട്, പ്രിസിഷൻ മാനുഫാക്ചറിംഗ് എന്നിവ നമ്മുടെ മുഖമുദ്രയായി മാറണം. ഓരോ മാനുഫാക്ചററോടും ഓരോ സംരംഭകനോടും കൂടാതെ എല്ലാ MSMEകളോടും എനിക്ക് പറയാനുള്ളത്, ആഗോള വിപണിയിൽ നമ്മുടെ അടയാളം വിശ്വാസ്യതയുടെയും ഗുണനിലവാരത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്നതാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി 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 എന്നത് നമ്മുടെ മന്ത്രമായി മാറണം. ഇത് മാത്രമായിരിക്കും നമ്മുടെ ആഗോള ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സപ്തധാരയിലെ രണ്ടാമത്തെ ശക്തി കൃഷിയും ഭക്ഷ്യ ഉൽപാദനവുമാണ്. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് നമ്മൾ വളരെയധികം മുന്നേറേണ്ടതുണ്ട്. FTA കാരണം നമ്മുടെ കർഷകർക്കായി ഇപ്പോൾ ലോക വിപണികൾ തുറക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് വളരെ വലിയൊരു മാർക്കറ്റാണ് ലഭിക്കുന്നത്. നമുക്ക് അവിടെ വരെ എത്തണം. ആ മേഖലകളിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. കൃഷിസ്ഥലം മുതൽ കയറ്റുമതി വിപണി വരെ നമ്മൾ വളരേണ്ടതുണ്ട്. നമ്മുടെ പരമ്പരാഗത ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ, ചെറുധാന്യങ്ങളാകട്ടെ, നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളാകട്ടെ, നമ്മുടെ പഴങ്ങളും പൂക്കളുമാകട്ടെ, എന്താണ് നമുക്കില്ലാത്തത്? ഉള്ളതെല്ലാം ആഗോള ബ്രാൻഡുകളായി മാറണം. നമ്മുടെ കർഷകർ രാസമുക്ത കൃഷിക്ക് കൂടുതൽ കരുത്ത് പകരും. ലോകത്ത് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ആവശ്യം ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ്. ആഗോള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ രീതിയിലും മികവ് തെളിയിക്കുന്ന നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ലോക വിപണിയിലേക്ക് എത്താം. എൻ്റെ സപ്തധാരയിലെ മൂന്നാമത്തെ ശക്തി ടെക്നോളജിയും ഇന്നോവേഷനുമാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് AI കാലമാണ്. ക്വാണ്ടത്തിന്റെയും സ്പേസിന്റെയും റോബോട്ടിക്സിന്റെയും ഡാറ്റാ സെന്ററുകളുടെയും കാലമാണ്. പൂർണ്ണമായും പുതിയൊരു മേഖലയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. എമർജിംഗ് ടെക്നോളജി പ്രതിനിമിഷം നമ്മെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം വെറും ഒരു വിപണി മാത്രമായി മാറാൻ നമ്മൾ അനുവദിക്കരുത്. പകരം നമ്മൾ ഇന്നോവേഷന്റെ ഹബ്ബായി മാറണം. UPIയിലും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലും നമ്മൾ നമ്മുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇനി ഭാരതം അതിന്റെ ഡിജിറ്റൽ പബ്ലിക് ടെക്നോളജി ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തിക്കേണ്ടതുണ്ട്.
നെക്സ്റ്റ് ജനറേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ലോകത്തെ നയിക്കാൻ ഭാരതത്തിന് സാധിക്കണം. മെയ്ഡ് ഇൻ ഇന്ത്യ 6G രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിച്ചേരണം. ഇതൊരു ലക്ഷ്യമായി കണ്ട് നമ്മൾ ഇതിനായി വേഗത്തിൽ പ്രവർത്തിക്കണം. നമ്മുടെ പ്രയത്നങ്ങൾ ഒട്ടും കുറയാനും പാടില്ല. സപ്തധാരയുടെ 4ാമത്തെ ശക്തിയാണ് ഗതിശക്തി. രാജ്യത്തിനകത്ത് തടസ്സങ്ങളില്ലാത്ത വേഗത്തിലുള്ള കണക്ടിവിറ്റി ഉറപ്പാക്കാൻ ഈ ഗതിശക്തിക്ക് നമ്മൾ ഊന്നൽ നൽകണം. അതുപോലെ തന്നെ നഗരങ്ങളെ ഹൈ സ്പീഡ് റെയിലുകൾ വഴി നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ആധുനിക ഹൈവേകൾ വേണം, ഇൻലാൻഡ് വാട്ടർ വേകൾ വേണം, എയർപോർട്ടുകൾ വേണം. അതുപോലെ തന്നെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് സംവിധാനങ്ങളും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ തുറമുഖങ്ങൾ വെറും ഒരു സാധനങ്ങൾ ഇറക്കാനും കയറ്റാനുമുള്ള സ്ഥലങ്ങൾ മാത്രമാകരുത്. ലോകത്തിലെ കപ്പലുകൾ വന്ന് നങ്കൂരമിടാനുള്ള ഒരിടം മാത്രമായി അത് ഒതുങ്ങുകയും ചെയ്യരുത്. പോർട്ട് ലെഡ് ഡെവലപ്മെന്റ് ഗ്രോത്തിന്റെ ദിശയിലേക്ക് നമ്മൾ മുന്നേറേണ്ടതുണ്ട്. സപ്തധാരയിലെ നമ്മുടെ 5ാമത്തെ ശക്തി പ്രതിരോധ ശക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഈ പ്രതിരോധ ശക്തിക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഭാരതവും ലോകവും ഇന്ന് ഒരുപോലെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. ലോകം മുഴുവൻ സ്വന്തം താല്പര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഭാരതത്തിന് വെറും ഒരു വിപണിയായി മാത്രം തുടരാൻ കഴിയില്ല. പ്രതിരോധ മേഖലയിൽ നാം സ്വയം പര്യാപ്തത നേടിയേ മതിയാകൂ. നെക്സ്റ്റ് ജനറേഷൻ ഡിഫൻസ് ടെക്നോളജി വികസിപ്പിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ പ്രതിരോധ സാമഗ്രികൾ എത്തിച്ചു നൽകുന്ന ഒരു ഗ്ലോബൽ സപ്ലയർ ആകുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ഡ്രോൺ കൗണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം ഹൈപ്പർസോണിക് ഡിഫൻസ് ടെക്നോളജീസിൽ നേതൃസ്ഥാനം നമ്മൾ ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് ഓരോ വീട്ടിലും വലിയൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന സൈബർ സുരക്ഷയുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അതും പ്രതിരോധത്തിന്റെ ഒരു മേഖലയാണ്. നമ്മുടെ യുവാക്കളുടെ കാര്യക്ഷമത രാജ്യത്തിനും ലോകത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. നമ്മുടെ സപ്തധാരയിലെ 6ാമത്തെ ശക്തി ഗ്രീൻ ഇക്കോണമിയും ബ്ലൂ ഇക്കോണമിയുമാണ്. ഇത് പരിസ്ഥിതി സൗഹൃദമായ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുന്നു. ഗ്രീൻ ഹൈഡ്രജൻ, റിന്യൂവബിൾ എനർജി, എനർജി സ്റ്റോറേജ്, ഗ്രീൻ മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിലും നമ്മൾ വലിയ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. ആഗോളതലത്തിൽ ഗ്രീൻ മാനുഫാക്ചറിംഗ് എന്ന ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ലോകം മുഴുവൻ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഭാരതത്തിന് സാധിക്കുന്നുണ്ട്. ഭാരതം ഇന്ന് വലിയൊരു ഗ്രീൻ മൂവ്മെന്റിന്റെ കരുത്തുമായാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ബ്ലൂ ഇക്കോണമിയിലും ഭാരതത്തിന് വലിയ സാധ്യതകളുണ്ട്. നമുക്ക് വിശാലമായ കടൽ തീരമുണ്ട് എന്നതും ബ്ലൂ ഇക്കോണമിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. മത്സ്യബന്ധനം, കോസ്റ്റൽ ടൂറിസം, ഓഷ്യൻ ടെക്നോളജി എന്നിങ്ങനെ നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന എത്രയോ മേഖലകൾ ഈ രംഗത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതം സപ്തധാരയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ 7ാമത്തെ ധാരയ്ക്ക് ലോകത്തിന് മുന്നിൽ അതിൻ്റെതായ ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അതാണ് ഭാരതത്തിന്റെ സോഫ്റ്റ് പവർ. ഭാരതത്തിന്റെ സോഫ്റ്റ് പവറിന്റെ കരുത്ത് എന്നത് ഇന്ന് യോഗയിലൂടെ ലോകത്തെ മുഴുവൻ ഭാരതവുമായി ചേർത്തു നിർത്തിയിരിക്കും. യോഗ ഇന്ന് ലോകത്തിന് ഒരു ഊർജമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഭാരതത്തിന് മേലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ കാരണം കൂടിയായി ഇത് മാറുകയാണ്. ഭാരതത്തിന് വിശ്വാസ കേന്ദ്രങ്ങളുണ്ട്, ആയുർവേദത്തിന്റെ പാരമ്പര്യമുണ്ട്. ഭാരതത്തിൽ ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഈ ഭാരതത്തിൽ ഹീൽ ഇൻ ഇന്ത്യ എന്ന മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഈ കഴിവുകളെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. അത് കരകൗശലമായാലും ശരി, സംസ്കാരമായാലും, നമ്മുടെ സിനിമകളായാലും, ഇനി നമ്മുടെ ക്രിയേറ്റീവ് വേൾഡ്, VFX, ആനിമേഷൻ, ഗെയിമിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടന്റ് എന്നിവയിലായാലും ശരി, ഈ ക്രിയേറ്റീവ് ലോകത്ത് ഭാരതത്തിന് സ്വന്തം പ്രതാപം തെളിയിക്കാൻ സാധിക്കും. നമുക്ക് അതിനെ ഒരു ആഗോള കരുത്തായി വികസിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് ഭാരതം വേവ് സമിറ്റിന് വലിയ പ്രാമുഖ്യമാണ് നൽകിയിരിക്കുന്നത്. ലോകം ഇന്ന് ഭാരതത്തിന്റെ ഈ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമിറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അത് ഭാരതത്തിന്റെ സോഫ്റ്റ് പവറിനെയും ഭാരതത്തിന്റെ സർഗാത്മക ലോകത്തെയും ലോകത്തിന് പരിചയപ്പെടുത്തും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിന് വിശാലമായ വനസമ്പത്തുണ്ട്. നമുക്ക് 100-ലധികം നാഷണൽ പാർക്കുകളാണുള്ളത്. നമുക്ക് വലിയ സാധ്യതകളുണ്ട്. എങ്കിലും വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇന്നും പിന്നിലാണ്.
നമ്മുടെ സോഫ്റ്റ് പവറിലൂടെ ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ ഭാരതത്തിലേക്ക് ആകർഷിക്കാനുള്ള മികച്ച അവസരം നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ ആ കഴിവ് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ ലക്ഷ്യം നമുക്ക് അനായാസം കൈവരിക്കാനാകും. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് കായിക രംഗം എന്നത് വളരെ വലിയൊരു ആകർഷണമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോകോത്തര സ്പോർട്സ് ഇവന്റുകൾ ഭാരതത്തിൽ നടത്തണം. ഇന്ന് കണ്ടന്റ് ഇക്കോണമി വലിയ രീതിയിൽ വളരുന്നു. ഇത് രാജ്യത്തെ യുവാക്കളെ വല്ലാതെ ആകർഷിക്കുന്നുമുണ്ട്. ലോകത്തിലെ ഏതൊരു കലാകാരനും തന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാരതത്തിന്റെ മണ്ണിൽ പരിപാടികൾ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു വലിയ അവസരമാണ്. ഇതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, സപ്തധാരയിലെ ഈ 7 ശക്തികൾ അഥവാ സപ്തശക്തികൾ എന്നത് കേവലം ഒരു മേഖലയിൽ മാത്രം പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതല്ല. മറിച്ച് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ രാജ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ വിഭാവനം ചെയ്ത ആ വലിയ സ്വപ്നങ്ങളിലേക്ക്, ആ ഒരു തലത്തിലേക്ക് വളരാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഞാൻ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എനിക്ക് രാജ്യത്തെ ഉണർത്തണം, നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തിനെ തട്ടി ഉണർത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാജ്യം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു സർക്കാർ മാത്രമല്ല, മറിച്ച് ഓരോ പൗരനും ചേരുന്നതാണ്. ഫോർച്യൂൺ 500 കമ്പനികളെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. വരുന്ന ഒരു ദശാബ്ദത്തിനുള്ളിൽ ഈ ഫോർച്യൂൺ 500 പട്ടികയിൽ 50 കമ്പനികൾ എന്തുകൊണ്ട് ഭാരതത്തിൽ നിന്നുള്ളവയായിക്കൂടാ? ഇന്ന് നമ്മുടെ ബാങ്കിംഗ് മേഖല വലിയ വളർച്ചയുടെ പാതയിലാണ്. ലോകത്തിലെ മുൻനിര ബാങ്കുകൾക്കിടയിൽ ഭാരതത്തിന്റെ ബാങ്കുകളുടെ പതാകയും എന്തുകൊണ്ട് ഉയർന്നു പറന്നുകൂടാ? ലോകത്തെ ഏറ്റവും മികച്ച 5 ബാങ്കുകളെ എടുത്താൽ അതിലൊന്ന് ഭാരതത്തിൽ നിന്നുള്ള ബാങ്കായിരിക്കണം. ഭാരതത്തിന്റെ ഫാർമ മേഖലയിലും നമ്മൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ കാലത്തിന്റെ ആവശ്യകത ഇപ്പോൾ മറ്റൊന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 5 ഫാർമ കമ്പനികളുടെ കൂട്ടത്തിൽ ഭാരതത്തിൽ നിന്നുള്ള 1-2 കമ്പനികളുടെ പേര് മുഴങ്ങി കേൾക്കണം. ഭാരതം ആ മേഖലയിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം നേടിയെടുക്കണം. നിയമസ്ഥാപനങ്ങളുണ്ട്, റേറ്റിംഗ് ഏജൻസികളുണ്ട്. അപ്പോൾ ഇത്തരം മേഖലകളിൽ ഒരു ആഗോള നേതാവ് എന്ന പദവി നമ്മുടെ കൈകളിലായിരിക്കണം എന്നത് കാലത്തിന്റെ ആവശ്യകതയാണ്. നമ്മുടെ പക്കൽ പ്രതിഭയുണ്ട്, അതിനുള്ള കരുത്തുമുണ്ട്. നമുക്ക് സുദീർഘമായ ഒരു ചരിത്രമുണ്ട്. വിവിധ ഭാഷകളിൽ നമുക്ക് പ്രാവീണ്യമുണ്ട്. ലോകത്തിന്റെ എല്ലാ കോണുകളിലും നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. ലോകത്തിലെ മുൻനിര സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ രാജ്യത്തെ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളും അക്കൗണ്ടിംഗ് സ്ഥാപനങ്ങളും ഇടം പിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഭാരതത്തിലെ ടെക്നോളജി കമ്പനികൾ ലോകത്തിന് തന്നെ മാതൃകയാകണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ലോകത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ള ബ്രാൻഡുകൾ നമുക്കുണ്ടാകണം. നമ്മുടെ ബ്രാൻഡുകൾ രാജ്യത്തിന്റെ അടയാളമായി മാറുകയും ലോകത്തിന് തന്നെ അതൊരു ലക്ഷ്യസ്ഥാനമായി മാറുകയും വേണം. ആ ദിശയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇതിനായി സംസ്ഥാന സർക്കാരുകളോടും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പരിഷ്കാരങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നത് ഭാരത സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്നാണ്. 2047 നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ സംവിധാനങ്ങളെ നാം വികസിപ്പിക്കേണ്ടതുണ്ട്. പഴയ കാലത്തെ നയനിയമങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വരാനിരിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായി നമ്മൾ നയങ്ങളിലും നിയമങ്ങളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ പാതയിലൂടെ തന്നെ നമുക്ക് ലക്ഷ്യത്തിലെത്താമെന്ന് ഞാൻ രാജ്യവാസികൾക്ക് ഉറപ്പു നൽകുന്നു. നമ്മുടെ പരിശ്രമങ്ങളിൽ ഒട്ടും കുറവ് വരുത്താതെ വികസിത ഭാരതം എന്ന സ്വപ്നം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇതിനായി നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും ഇൻഡസ്ട്രി ആയാലും നമ്മൾ എല്ലാവരും കൈകോർത്ത് മുന്നേറണം. നമുക്ക് പരിഷ്കാരങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ആ മാറ്റങ്ങളെ നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പരിഷ്കാരങ്ങൾ നടത്തുന്നത് ഒരു നിർബന്ധത്തിന് വഴങ്ങിയല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഉറച്ച ബോധ്യത്തോടെയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, വികസിത ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, രാജ്യം അതിവേഗം മുന്നേറുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ ഗുണഭോക്താവ് ആരാണ്? ഈ ശ്രമങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ കരുത്താരാണ്? ഈ പരിശ്രമങ്ങളുടെ എല്ലാം ഗുണം അനുഭവിക്കുക എൻ്റെ രാജ്യത്തെ യുവാക്കളാണ്, എൻ്റെ രാജ്യത്തിന്റെ യുവശക്തിയാണ്. വികസിത ഭാരതത്തിലേക്കുള്ള ഈ യാത്രയിൽ യുവാക്കൾക്ക് വളരെ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അതുമാത്രമല്ല, വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും എൻ്റെ രാജ്യത്തെ യുവാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെ യുവാക്കളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ.
യുവത്വത്തിന് പ്രഥമ പരിഗണനയോടെ വേണം നമുക്ക് മുന്നേറാൻ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10-12 വർഷമായി ആ ദിശയിൽ നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ക്യാമ്പയിൻ വഴി ഇന്ന് രാജ്യത്തുടനീളം 2.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. രാജ്യത്തെ യുവാക്കൾ ഇന്ന് സ്വയം തൊഴിൽ കണ്ടെത്തുക മാത്രമല്ല, മറ്റനേകം പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിനായി കേന്ദ്ര സർക്കാർ 1 ലക്ഷം കോടി രൂപയുടെ ഇന്നോവേഷൻ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് രാജ്യത്തെ യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് വരിക എന്നതാണ്. വിഭവങ്ങളുടെ കുറവ് നിങ്ങളെ തളർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങളുടെ ബുദ്ധിക്കും കഴിവിനും കൂടുതൽ കരുത്തേകാനായി 1 ലക്ഷം കോടി രൂപയുടെ ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗവേഷണത്തിന് പുതിയ അവസരങ്ങൾ ലഭിച്ചു. ഡിജിറ്റൽ ഇന്ത്യയുടെ പുതിയ കുറഞ്ഞ നിരക്കിലുള്ള ഡാറ്റാ സേവനങ്ങൾ യുവാക്കളെ ശാക്തീകരിച്ചു. ലോകത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭ്യമാകുന്നത് ഇന്ത്യയുടെ മണ്ണിലാണ്. ഇത് നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ കരുത്ത് നൽകിയിട്ടുണ്ട്. സ്കിൽ ഇന്ത്യ എന്ന പേരിൽ നമ്മൾ ഒരു ദേശീയ പ്രോഗ്രാം തന്നെ ആവിഷ്കരിച്ചു. സ്പേസ് സെക്ടർ നമ്മൾ തുറന്നുകൊടുത്തു. ദേശീയ ഡ്രോൺ പോളിസി നമ്മൾ രൂപീകരിച്ചു. ഖേലോ ഇന്ത്യ പോളിസി കൊണ്ടുവന്നു. കഴിഞ്ഞ 35 വർഷമായി രാജ്യത്ത് ഒരു എഡ്യൂക്കേഷൻ പോളിസി പോലും ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കി. ഇതിന്റെ പ്രയോജനം നമ്മുടെ ഇടത്തരക്കാരായ കുടുംബങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, 2004 മുതൽ 2014 വരെയുള്ള ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. 2004 മുതൽ 2014 വരെ നമ്മുടെ രാജ്യത്ത് 350-ൽ താഴെ സർവകലാശാലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 10-12 വർഷത്തിനുള്ളിൽ ഏകദേശം 650ഓളം പുതിയ സർവകലാശാലകൾ കൂടി ഇതിനോടൊപ്പം ചേർക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 1000 എന്ന കണക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ 2014 മുമ്പ് നമ്മുടെ രാജ്യത്ത് വെറും 400 മെഡിക്കൽ സീറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം ഏകദേശം 850ഓളമായി ഉയർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ വിദേശ സർവകലാശാലകളും ഭാരതത്തിന്റെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ സർവകലാശാലകളുടെ ബിരുദം ഭാരതത്തിൽ ഇരുന്നു തന്നെ നമ്മുടെ യുവാക്കൾക്ക് ലഭ്യമാകാനുള്ള സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തെ യുവ മനസ്സുകൾ കുട്ടിക്കാലം മുതൽക്കേ ടെക്നോളജിയോട് ആകൃഷ്ടരാകണമെന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നോവേഷനിലും ടെക്നോളജിയിലും കുട്ടികൾക്ക് താല്പര്യമുണ്ടാക്കാൻ വേണ്ടി 10,000-ലധികം അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ നമ്മൾ കൊച്ചുകുട്ടികൾക്കായി തുറന്നു നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 10-12 വർഷമായി യുവാക്കൾക്കായി നമ്മൾ അനേകം വഴികൾ തുറന്നു നൽകി. നമ്മൾ സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കം കുറിച്ചു. അത് നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ശരാശരി 28 വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ത്യയിലെ ഈ കുട്ടികൾ, നമ്മുടെ ഈ യുവതലമുറ, ലോകത്ത് തങ്ങളുടെ ആദ്യ പരീക്ഷണത്തിൽ തന്നെ സ്വന്തം ഉപഗ്രഹവും റോക്കറ്റും വിക്ഷേപിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇതൊരു വലിയ കാര്യമാണ്. ഇന്ന് രാജ്യത്ത് ഏകദേശം 2.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു AI ഇമ്പാക്ട് സമിറ്റും സംഘടിപ്പിക്കുകയുണ്ടായി. AI-യുടെ വളർച്ച ഇന്ന് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ യുവാക്കൾക്കായി ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരാനിരിക്കുന്ന ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് AI സ്കില്ലുകളിൽ പരിശീലനം നൽകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് AI-യുടെ ലോകത്തും നേതൃത്വം നൽകാനുള്ള പ്രാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, ബയോ ഇക്കോണമി എന്നത് വളരെ പുതിയൊരു മേഖലയാണ്. 2014 മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു. അന്ന് വെറും 60,000 കോടി രൂപയുടെ ബയോ ഇക്കോണമി ഇടപാടുകൾ മാത്രമാണ് നടന്നിരുന്നത്. എൻ്റെ രാജ്യത്തെ യുവാക്കളെ, നിങ്ങൾ എന്തൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. നയങ്ങൾ ശരിയാകുമ്പോഴും ലക്ഷ്യം വ്യക്തമാകുമ്പോഴും ബയോ ഇക്കോണമി മേഖലയിൽ രാജ്യത്തിന്റെ യുവശക്തിക്ക് തങ്ങളുടെ കഴിവ് എങ്ങനെ തെളിയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കാണിച്ചു തന്നു. 2014 മുമ്പ് 60,000 കോടിയുടെ ഇടപാടുകൾ മാത്രമുണ്ടായിരുന്ന ബയോ ഇക്കോണമി മേഖല ഇന്ന് ഏകദേശം 20 ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, രണ്ടായിരത്തി 2009-10 കാലഘട്ടമായിരുന്നു അത്. അന്ന് നമ്മുടെ രാജ്യത്ത് വെറും 1.5 ലക്ഷം ഇലക്ട്രിക് വെഹിക്കിളുകൾ മാത്രമാണ് വിൽക്കപ്പെട്ടിരുന്നത്. 2009-10 കാലത്ത് വെറും 1.5 ലക്ഷം ഇലക്ട്രിക് വെഹിക്കിളുകൾ മാത്രം വിറ്റിരുന്ന സ്ഥാനത്ത് ഈ 2025-26 കാലയളവിൽ 25 ലക്ഷം ഇലക്ട്രിക് വെഹിക്കിളുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ,
ഏവിയേഷൻ സെക്ടറും നമ്മുടെ യുവാക്കൾക്കായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ എയർപോർട്ടുകളും പുതിയ റൂട്ടുകളും രാജ്യത്ത് പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിൻ്റനൻസ്, ഓവർഹോളിംഗ് തുടങ്ങിയ മേഖലകൾ വഴി ഇന്ന് രാജ്യത്തെ വലിയൊരു വിഭാഗം വിദഗ്ധ തൊഴിലാളികൾക്ക് ജോലി ലഭിക്കുന്നുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ വിമാനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലും നമ്മൾ വലിയ വിജയം കൈവരിച്ചു കഴിഞ്ഞു. മെയ്ഡ് ഇൻ ഇന്ത്യ ഡിഫൻസ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആയ C-295 ഇതിനോടകം തന്നെ അതിന്റെ വിജയകരമായ പറക്കൽ പൂർത്തിയാക്കി കഴിഞ്ഞു. രാജ്യത്തെ യുവാക്കൾക്കായിട്ടുള്ള വലിയൊരു ചുവടുവെപ്പാണ്. എന്റെ സുഹൃത്തുക്കളെ, ഡ്രോൺ മേഖലയും ഇന്ന് വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത്. ഗ്രാമങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള സ്വാമിത്വ പദ്ധതി ഇന്ന് വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3.25 കോടിയോളം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു കഴിഞ്ഞു. ഇതിലൂടെ ഏതാണ്ട് 140 ലക്ഷം കോടി രൂപയോളം മൂല്യമുള്ള സ്വത്തുക്കളാണ് ക്രയവിക്രയത്തിനായി തുറന്നു കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഫലമായി ആളുകൾക്ക് ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കാനും തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നമ്മുടെ ഇടത്തരക്കാരായ കുടുംബങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോച്ചിങ് ക്ലാസുകൾ തമ്മിലുള്ള മത്സരം. തൻ്റെ കുട്ടിയെ ഒരു കോച്ചിങ് ക്ലാസ്സിൽ അയച്ചില്ലെങ്കിൽ നമ്മൾ ഒരു അന്തസ്സുള്ള കുടുംബമായിരിക്കില്ല എന്ന ചിന്താഗതിയാണ് ഇന്ന് എല്ലാ മാതാപിതാക്കൾക്കും ഇടയിലുള്ളത്. ഈ പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരായ കുടുംബങ്ങളുടെയും കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട്. അവരുടെ 10,000 കോടി രൂപയുടെ ചെലവ് ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇതിലൂടെ മക്കൾക്ക് മാതാപിതാക്കളുടെ അടുത്തു തന്നെ കഴിയാനും അവരെ പരിചരിക്കാനും സാധിക്കും. കുടുംബങ്ങളെ സഹായിക്കാനായി ഇത്തരം സാമ്പത്തിക പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നു. അതുകൊണ്ടാണ് യുവാക്കൾക്കായി വിവിധ പരീക്ഷകൾക്ക് സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, മികച്ച കഴിവുള്ള യുവാക്കളും അധ്യാപകരുമുണ്ട്. ഈ വിഭവങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് രാജ്യത്തെ യുവാക്കൾക്ക് സൗജന്യ കോച്ചിംഗ് നൽകുന്നതിനായി ഒരു വലിയ ശൃംഖല തന്നെ നമ്മൾ സജ്ജമാക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആര് കളിക്കുന്നുവോ അവർ ശോഭിക്കുന്നു, ആര് കളിക്കുന്നുവോ അവർ വികസിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് കായിക ലോകത്ത് ഭാരതം തനതായ ഒരു ഇടം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കായിക വേദികളിലെ പോഡിയത്തിൽ ഭാരതത്തിന്റെ ദേശീയ ഗാനം മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ ഗാനം മുഴങ്ങുന്നു. കൂടാതെ ഭാരതത്തിന്റെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക അവിടെ വാനോളം ഉയർന്നു പറക്കുന്ന കാഴ്ചയും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോപ്സ് പദ്ധതി വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഖേലോ ഇന്ത്യ ഗെയിംസ്, യൂണിവേഴ്സിറ്റി ഗെയിംസ്, വിന്റർ ഗെയിംസ്, ബീച്ച് ഗെയിംസ്, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ, സ്പോർട്സ് കോച്ചിങ്, സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് ന്യൂട്രീഷൻ എന്നിങ്ങനെ ഈ മേഖലകളിലെല്ലാം പ്രാവീണ്യം നേടുന്നതിലേക്ക് ഭാരതം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവാക്കൾക്ക് മുന്നിൽ ഇത് തികച്ചും പുതിയൊരു മേഖലയാണ് തുറന്നിടുന്നത്. ഒരാൾക്ക് കായിക താരമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ സപ്പോർട്ട് സിസ്റ്റത്തിൽ അവർക്കായി വലിയൊരു തൊഴിൽ മേഖല ഇന്ന് തുറക്കപ്പെടുന്നുണ്ട്. കായിക ലോകത്ത് ഭാരതത്തിന്റെ പ്രകടനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2036 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കാനുള്ള ശക്തമായ അവകാശിയായി നമ്മൾ ഇന്ന് മുന്നേറുകയാണ്. അതുപോലെ 2030 കോമൺവെൽത്ത് ഗെയിംസിനും ഭാരതം ആതിഥേയത്വം വഹിക്കാൻ പോകുകയാണ്. എന്റെ സുഹൃത്തുക്കളെ, കായിക ലോകത്തെ ഏറ്റവും വലിയ മാമാങ്കമായ ഒളിമ്പിക്സിൽ 40ഓളം വിവിധ ഇനം കായിക ഇനങ്ങളുണ്ട്. കൂടാതെ ഏകദേശം 325 350 മത്സരങ്ങളാണ് ഒളിമ്പിക്സിൽ നടക്കാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ യുവ സുഹൃത്തുക്കളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വിഷമം തോന്നും. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ഒപ്പം നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയുമാണ്. ഒളിമ്പിക്സിലെ 325ഓളം വരുന്ന മത്സരങ്ങളിൽ 2 കായിക ഇനങ്ങളിലും ഭാരതം എവിടെയുമില്ല എന്നതാണ് സത്യം. അവിടെ നമ്മുടെ സാന്നിധ്യമില്ല, നമ്മൾ ക്വാളിഫൈ ആകുന്ന പോലുമില്ല. അതുകൊണ്ട് 2036 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന് ഭാരതം വേദിയാകണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, 2036 തന്നെ ഇന്ന് ഭാരതം പങ്കെടുക്കാത്ത കായിക ഇനങ്ങളിലും ഭാരതം യോഗ്യത നേടാത്ത മത്സരങ്ങളിലും നമ്മുടെ സാന്നിധ്യമില്ലാത്ത മേഖലകളിലും ഇനിയും 3/4 ഭാഗത്തോളം അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ഭാരതം ഇതിന് പ്രത്യേക ഊന്നൽ നൽകും. ഇതിനായി ടാലന്റ് ഹണ്ട് എന്നൊരു ക്യാമ്പയിൻ തന്നെ ആരംഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. 2036 നമുക്ക് മികച്ച കായിക താരങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് 5ഉം 10ഉം 15ഉം വയസ്സുള്ള നമ്മുടെ യുവാക്കളിലും ആൺകുട്ടികളിലും പെൺകുട്ടികളിലും നമ്മൾ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് തന്നെ 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കായിക പ്രതിഭകളെ കണ്ടെത്താനായി ഓരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്കൂളുകളിലും നമ്മൾ തിരച്ചിൽ നടത്തും. ഒരു ടാലന്റ് ഹണ്ട് ക്യാമ്പയിൻ തന്നെ ഇതിനായി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കുട്ടികളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതിലൂടെ രാജ്യത്തിനായി കളിക്കുന്ന മികച്ച കായിക താരങ്ങളെ നമ്മൾ വാർത്തെടുക്കും. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇന്ന് നമ്മുടെ രാജ്യത്തിന് മുന്നിലും നമ്മുടെ യുവജനങ്ങൾക്ക് മുന്നിലും ലഹരി എന്നത് വളരെ വലിയൊരു പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മുക്ത ഭാരതം എന്നത് നമ്മൾ ഏവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമായി മാറണം. നമ്മുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി നമ്മുടെ യുവതലമുറ കരുത്തുറ്റവരാകട്ടെ. നമ്മുടെ യുവജനങ്ങളുടെ കരുത്ത് രാജ്യത്തിന് ഉപകരിക്കണം. അതിനായി ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മൈ ഭാരത് വോളണ്ടിയർമാരും രാജ്യത്തെ NGOകളും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും ആത്മീയ നേതാക്കളും എല്ലാം ചേർന്ന് ലഹരിമുക്ത ഭാരതത്തിനായി 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിക്ക് രൂപം നൽകിയിട്ടുണ്ട്. 100 ആഴ്ചയോളം ഈ ഒരു ക്യാമ്പയിൻ തുടർച്ചയായി നടക്കും. ഓരോ കുടുംബത്തോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഈ ക്യാമ്പയിന്റെ ഭാഗമാകണം, ഇതിനോടൊപ്പം ചേരണമെന്നാണ്. ഒപ്പം ലഹരി മുക്ത ഭാരതം എന്ന രാജ്യത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി നിങ്ങൾ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, 21ാം നൂറ്റാണ്ടിൽ ദശാബ്ദങ്ങളായുള്ള വെല്ലുവിളികളെ ഇല്ലാതാക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. നക്സലിസവും മാവോയിസവും ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി തകർത്തു കളഞ്ഞു. നിരവധി അമ്മമാരുടെ കൺമണികളായ മക്കളെ തട്ടിയെടുത്ത് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെല്ലാം ഈ നക്സലിസം തകർത്തെറിഞ്ഞു. 4 പതിറ്റാണ്ടുകളോളം നമ്മുടെ ഹിന്ദുസ്ഥാന്റെ വലിയൊരു ഭാഗത്തെയും വലിയൊരു ജനവിഭാഗത്തെയും തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് ഈ നക്സൽവാദം വരിഞ്ഞു മുറുക്കിയിരുന്നു. അവർ ഭരണഘടനയെ കാറ്റിൽ പറത്തുകയും രാജ്യത്തെ സാധാരണ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി നിലകൊണ്ട 3500-ലധികം പോലീസ് സുരക്ഷാ സേനാംഗങ്ങളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു. ഒരു യുദ്ധത്തിൽ എത്ര സൈനികർ കൊല്ലപ്പെടുന്നുവോ അതിനേക്കാൾ അധികം പേരാണ് ഇവിടെ രക്തസാക്ഷികളായത്. രാജ്യത്തെ സാധാരണക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ പോലീസ് ജവാന്മാർക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തേണ്ടി വന്നു. ഈ നക്സലിസം നമ്മുടെ നാടിനെ രക്തരൂഷിതമാക്കിയിരുന്നു. 2014-ൽ നിങ്ങൾ ഞങ്ങൾക്ക് അവസരം നൽകിയ ആ ദിവസം തന്നെ ഈ രാജ്യത്തെ നക്സൽവാദത്തിൽ നിന്ന് മുക്തമാക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിരുന്നു. ഇന്ന് എനിക്കേറെ സന്തോഷമുണ്ട്. കാരണം നക്സൽ മാവോയിസ്റ്റ് അക്രമങ്ങൾക്ക് ഇനി ഒരടി പോലും മുന്നോട്ട് പോകാനുള്ള കരുത്ത് അവശേഷിക്കുന്നില്ല. അവ അതിന്റെ അവസാന ശ്വാസത്തിലാണ്. ഈ വിപത്തിനെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമായി എവിടെയാണോ ഒരു കാലത്ത് നക്സലൈറ്റുകളുടെ തോക്കുകൾ ഗർജിച്ചിരുന്നത്, എവിടെയാണോ ഇവിടുത്തെ മണ്ണ് രക്തത്താൽ കുതിർന്നു കിടന്നിരുന്നത്, ഇന്ന് ആ നക്സൽ ബാധിത മേഖലകളിലും അവിടുത്തെ പ്രദേശങ്ങളിലും നക്സൽ മുക്തമായതിന്റെ ഫലമായി വികസനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രയത്നത്തിന്റെയും ത്രിവർണ പതാക പാറിപ്പറക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നിരുന്നാലും ഈ വെല്ലുവിളി നമ്മൾ ഒരിക്കലും കുറച്ചു കാണരുത്. ഈ വെല്ലുവിളിയുടെ കാര്യത്തിൽ നമ്മൾ ഇനിയും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വർഷങ്ങളായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പോലും മാവോയിസ്റ്റ് ചിന്താഗതിയുള്ളവർ തങ്ങളുടെ ഇടം കണ്ടെത്തിയിരുന്നു. സർക്കാർ കമ്മിറ്റികളിലെ ഉപദേശകരായി പോലും അവർ അവിടെ നിലയുറപ്പിച്ചു. ഇത്തരം വികലമായ മാവോയിസ്റ്റ് ചിന്താഗതികൾ നമ്മുടെ നയരൂപീകരണത്തെ പോലും അക്കാലത്ത് വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കാടുകളിൽ തോക്കേന്തി നടന്ന നക്സലൈറ്റുകളെ തുരത്തുന്നതിനും ആ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുന്നതിലും നമ്മൾ ഇന്ന് വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ്. എങ്കിലും ആയുധമേന്തിയ നക്സലൈറ്റുകളെ നമ്മൾ തുരത്തി കഴിഞ്ഞു. പക്ഷേ ഈ ബുദ്ധിജീവി നക്സലൈറ്റുകൾ ഇപ്പോഴും ഒരവസരത്തിനായി കാത്തിരിക്കുകയാണ്. അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും പുതിയ വഴികൾ തേടുന്ന ഇവർ സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങളാണ് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ബുദ്ധിജീവി നക്സലൈറ്റുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരക്കാരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും അവരെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും വേണം. രാജ്യത്തെ യുവതലമുറയെ ഇതിനൊപ്പം ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ,
സുരക്ഷിതമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വെല്ലുവിളികൾ രാജ്യത്തിനകത്തു നിന്നായാലും അതിർത്തിക്ക് പുറത്തു നിന്നായാലും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇന്ന് ഭാരതം സജ്ജമാണ്. ഇന്നത്തെ കാലത്ത് യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി യുദ്ധം അതിർത്തിയിൽ മാത്രമായിരിക്കും നടക്കുക എന്നതിന് യാതൊരു ഉറപ്പുമില്ല. യുദ്ധം നമ്മുടെ അതിർത്തിക്കുള്ളിലെ ഏതെങ്കിലും റിഫൈനറികളിലോ ബാങ്കിംഗ് മേഖലയിലോ വരെ നടന്നേക്കാം. അതല്ലെങ്കിൽ ഡാറ്റാ സെന്ററുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയൊരു രീതിയിലുള്ള പോരാട്ടം തന്നെ ഉണ്ടായേക്കാം. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഫാക്ടറികളും വരെ തകർക്കപ്പെട്ടേക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മിഷൻ സുദർശൻ ചക്ര പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് ഏകദേശം 50 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം 100ഓളം രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആയുധങ്ങൾ എത്തിച്ചേരുന്നുമുണ്ട്. ആഗോളതലത്തിൽ ഭാരതത്തിന്റെ യശസ് ഇന്ന് സാവധാനം വർദ്ധിച്ചു വരികയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആയുധ നിർമ്മാണ മേഖലയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. സായുധ സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ പൗരന്മാരെയും ഇത്തരം സാഹചര്യങ്ങൾക്കായി നമ്മൾ സജ്ജരാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ യുദ്ധമുറകൾക്ക് അനുസൃതമായാണ് നമ്മുടെ രാജ്യത്ത് സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ആ സംവിധാനങ്ങൾ ഇന്ന് കാലഹരണപ്പെട്ടവയാണ്. അതിനാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സിവിൽ ഡിഫൻസിന്റെ ശക്തമായ ഒരു ശൃംഖല നമ്മൾ കെട്ടിപ്പടുക്കുമെന്ന് ചുവന്ന കോട്ടയിൽ വെച്ച് ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ അവരെ ആധുനിക സംവിധാനങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ആധുനിക പ്രതിസന്ധികളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യും. ആധുനിക വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തിയുള്ള സിവിൽ ഡിഫൻസിന്റെ വളരെ വലിയൊരു സന്നദ്ധ സേനയാണ് നമ്മൾ രൂപീകരിക്കാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും പങ്കാളിത്തം ഇന്ന് നമുക്കേവർക്കും വളരെ വലുതാണ്. അത് നമുക്കെല്ലാവർക്കും വലിയൊരു പ്രചോദനമായി മാറിക്കഴിഞ്ഞു. ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിലായാലും സിവിൽ ഏവിയേഷന്റെ കാര്യത്തിലായാലും നമ്മുടെ പെൺമക്കൾ ഇന്ന് ഏറ്റവും മുന്നിലുണ്ട്. അത് കളിസ്ഥലങ്ങളിലായാലും ശരി, നമ്മുടെ പെൺമക്കളാണ് ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത്. സ്റ്റെം എഡ്യൂക്കേഷനിലേക്കുള്ള പ്രവേശന നടപടികളിലും ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ പെൺമക്കളെയാണ്. ഇന്ന് സൈന്യത്തിൽ പോലും ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങിയ പെൺകുട്ടികൾ വലിയ അഭിമാനത്തോടെ രാജ്യത്തിന്റെ സൈന്യത്തെ നയിക്കാനുള്ള തങ്ങളുടെ കരുത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പെൺമക്കളുടെ കരുത്ത് എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സാനന്ദിലുള്ള ഒരു സെമി കണ്ടക്ടർ പ്ലാന്റ് സന്ദർശിക്കുകയുണ്ടായി. അവിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗോത്രവർഗക്കാരായ പെൺമക്കൾ ആവേശത്തോടെ ജോലി ചെയ്യുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. പാസ്പോർട്ട് എന്നാൽ എന്താണെന്ന് പോലും അറിയാത്ത ഉൾഗ്രാമങ്ങളിൽ നിന്നാണ് അവർ വന്നത്. ആ പെൺമക്കൾ വിദേശങ്ങളിൽ പോയി പരിശീലനം നേടി വന്ന് ഇന്ന് ചിപ്പ് നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആത്മവിശ്വാസം കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ 3 കോടി സഹോദരിമാരെ ലഖ്പതി ദീദിമാരാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ആ ലക്ഷ്യം നമ്മൾ മറികടന്നു കഴിഞ്ഞു. ഇപ്പോൾ 6 കോടി സഹോദരിമാരെ ലഖ്പതി ദീദിമാരാക്കുക എന്ന പുതിയ ലക്ഷ്യവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 3 കോടി പുതിയ ലഖ്പതി ദീദിമാർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു മാറ്റമാണ്. ആ മാറ്റം മാതൃശക്തിയിലൂടെയാണ് വരാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും എല്ലാം വലിയൊരു വിഭാഗം സ്ത്രീകൾ ജനപ്രതിനിധികളായി രാജ്യത്തിന് വഴിവിളക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും വളരെ മികച്ച രീതിയിൽ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇക്കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പാർലമെന്റിൽ നാരീശക്തി വന്ദൻ നിയമം പാസാക്കിയത്. പക്ഷേ ഏതോ ചില കാരണങ്ങളാൽ രാഷ്ട്രീയ വേദികളിൽ കഴിഞ്ഞ 40 വർഷമായി ഈ സ്വപ്നം എപ്പോഴും രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഇരയായി മാറിയിരിക്കുകയാണ്. ഇന്ന് ചെങ്കോട്ടയുടെ ഈ മതിൽക്കെട്ടിൽ നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ തണലിൽ നിന്നുകൊണ്ട് ഞാൻ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അപേക്ഷിക്കുന്നു, അവരോട് അഭ്യർത്ഥിക്കുന്നു, വരൂ, നമുക്ക് ആ സ്ത്രീകളുടെ കരുത്തിനെ ആദരിക്കുന്നവരായി മാറാം. ആ സ്ത്രീകൾക്ക് അർഹമായ ആദരവ് നൽകാനായി നിങ്ങൾ മുന്നോട്ട് വരൂ. എത്രയും വേഗം നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും നിയമസഭകളിലും ലോക്സഭയിലും 33% സംവരണം ലഭിക്കട്ടെ. അതുവഴി ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ സ്വന്തം പങ്കുവഹിക്കാൻ അവർക്ക് സാധിക്കട്ടെ. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, വരൂ, വനിതാ സംവരണം നടപ്പിലാക്കി സ്ത്രീകളെ ആദരിക്കുന്ന ഈ ദൗത്യത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഇതിന്റെ യശസ്സും ക്രെഡിറ്റും നിങ്ങളും എടുത്തോളൂ. പക്ഷേ എൻ്റെ അമ്മമാർക്കും സഹോദരിമാർക്കും അവരുടെ അവകാശം നൽകൂ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ,
വികസിത ഭാരതം എന്ന നമ്മുടെ സങ്കല്പം പൂർത്തിയാകണമെങ്കിൽ വികസനം സമൂഹത്തിന്റെ അവസാന കണ്ണികളിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട്. 2014 മുൻപ് വെറും 25 കോടി ജനങ്ങൾക്ക് മാത്രമാണ് സോഷ്യൽ സെക്യൂരിറ്റി പരിരക്ഷ ലഭ്യമായിരുന്നത്. വെറും 25 കോടി ആളുകൾക്ക് മാത്രം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5-6 പതിറ്റാണ്ടുകൾ കൊണ്ട് വെറും 25 കോടി എന്ന നിലയിലായിരുന്നെങ്കിൽ നമ്മൾ വെറും ഒരു പതിറ്റാണ്ടിനുള്ളിൽ തന്നെ 100 കോടി ജനങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി പരിരക്ഷ നൽകി കഴിഞ്ഞു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 70 വയസ്സ് തികഞ്ഞവർക്കും പ്രായമായ മുതിർന്നവർക്ക് പോലും ഇന്ന് 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം സൗജന്യമായി ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. കോടിക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇതിലൂടെ വലിയ ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. ആയുഷ്മാൻ കാർഡ് വന്നതുകൊണ്ട് മാത്രം ഏകദേശം 2 ലക്ഷം കോടി രൂപയോളമാണ് ലാഭിക്കാൻ കഴിഞ്ഞത്. മരുന്നുകൾക്കും ശസ്ത്രക്രിയകൾക്കുമായി ഇത്രയും തുക ചെലവാക്കേണ്ടി വരുമായിരുന്ന എൻ്റെ കുടുംബത്തിലെ മക്കൾക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്കും അതുപോലെ മധ്യവർഗ കുടുംബങ്ങൾക്കും ഇത് വലിയൊരു സഹായമായി മാറി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഒരു കാര്യത്തിനായി എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഞാൻ നിങ്ങളിൽ നിന്നെല്ലാം ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ യുവജനങ്ങളും ഇതിന് നേതൃത്വം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ 1 അല്ലെങ്കിൽ 2 മണിക്കൂർ രാജ്യത്തിന് വലിയൊരു ശക്തിയാണ് നൽകാൻ പോകുന്നത്. ഈ 1-2 മണിക്കൂർ കൊണ്ട് ഞാൻ രാജ്യത്തിന് എന്ത് വലിയ ശക്തിയാണ് നൽകുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വലിയൊരു ശക്തിയായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും ഇതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഈ ദിവസങ്ങളിൽ രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ജോലികൾ നടക്കുകയാണ്. സെൻസസ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വെറും കണക്കുകൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ആ കണക്കുകളിലെ സൂക്ഷ്മമായ വിവരങ്ങളിൽ നിന്നാണ് കൃത്യമായ നയങ്ങളും പദ്ധതികളും രൂപപ്പെടുന്നത്. രാജ്യത്തിന് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാൻ ഇത്തരം കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ വരുന്ന പ്രതിനിധികൾ അത്രയേറെ തിരക്കിലായിരിക്കും. ചിലപ്പോൾ അവർ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള സ്പെല്ലിങ്ങുകളായിരിക്കും രേഖപ്പെടുത്തുന്നത്. ഇത് കാരണം കൃത്യമായ അന്തിമ ഫലം ലഭിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ടെക്നോളജി ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ജനസംഖ്യാ കണക്കെടുപ്പിൽ നിങ്ങളുടെ വിവരങ്ങൾ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പൂരിപ്പിച്ചു നൽകാവുന്നതാണ്. പിന്നീട് ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ പ്രതിനിധികളോ നിങ്ങളുടെ അടുത്ത് വന്ന് ചർച്ചകൾ നടത്തിയേക്കാം. എങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒപ്പം ഇരുന്ന് ഡിജിറ്റലായി നിങ്ങളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ സ്പെല്ലിങ്ങിൽ പോലും തെറ്റുകൾ വരാതെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കും. ഒരു വിവരത്തിലും നമുക്ക് തെറ്റുപറ്റാൻ പാടില്ല. നിങ്ങൾ എത്രത്തോളം കൃത്യമായ വിവരങ്ങൾ നൽകുന്നുവോ അത്രത്തോളം വലിയൊരു സഹായമായിരിക്കും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒപ്പം ഇരുത്തി ഈ ഫോം പൂർണ്ണമായും മനസ്സിലാക്കണമെന്നാണ്. ആദ്യം ഒരു പേപ്പറിൽ വിവരങ്ങൾ പൂരിപ്പിക്കുക, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക, അതിനുശേഷം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് ഡിജിറ്റലായി അപ്ലോഡ് ചെയ്യുക. ഇത്ര വലിയൊരു കാര്യം രാജ്യം നേടിയെടുക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇത് രാജ്യത്തിന്റെ സമയവും കരുത്തും ഒരുപോലെ ലാഭിക്കാൻ സഹായിക്കും. ഈ വിവരങ്ങൾ ശരിയായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കും. അതിനാൽ എൻ്റെ രാജ്യത്തെ യുവജനങ്ങൾ സെൻസസിന്റെ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, ചെങ്കോട്ടയിൽ വെച്ച് ഞാൻ പഞ്ചപ്രാണുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ പഞ്ചപ്രാണുകൾ രാജ്യത്തെ ആത്മാഭിമാനത്തിലേക്ക് നയിക്കാനും ലക്ഷ്യങ്ങൾ മറികടക്കാനുള്ള കരുത്തോടെ മുന്നേറാനും വലിയൊരു പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. അടിമത്തത്തിന്റെ മാനസികാവസ്ഥ ഓരോ നിമിഷവും നാം ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കണം. ഭാരതത്തെക്കുറിച്ച് നാം കണ്ട ആ സ്വപ്നം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് കണ്ട ആ സ്വപ്നം, ബാബാ സാഹബ് അംബേദ്കറും പണ്ഡിറ്റ് നെഹ്റുവും കണ്ട ആ സ്വപ്നം, സർദാർ പട്ടേലും ഭഗത് സിംഗും സുഖ്ദേവും രാജ്ഗുരുവും കണ്ട ആ സ്വപ്നം, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയും ഭഗവാൻ ബിർസ മുണ്ടയും ജ്യോതിബ ഫുലെയും കണ്ട ആ സ്വപ്നം, അവരിൽ നിന്നെല്ലാം ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം മുന്നോട്ട് നീങ്ങിയത്. വരൂ, നമുക്ക് ഈ ദൃഢനിശ്ചയം വീണ്ടും ആവർത്തിക്കാം. സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരിയായിരിക്കട്ടെ രാഷ്ട്രത്തിന്റെ താല്പര്യം. സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരി രാഷ്ട്ര താല്പര്യത്തിന് മുൻഗണന നൽകാം. കർത്തവ്യബോധം മാത്രമാകട്ടെ നമ്മുടെ മുഖമുദ്ര. എല്ലാ രാജ്യവാസികളോടുമായി എനിക്ക് പറയാനുള്ളത്, ഈ സമയം നമ്മുടേതാണ് എന്നാണ്. അതെ, ഞാൻ എല്ലാ രാജ്യവാസികളോടുമായി ആവർത്തിക്കുന്നു, ഈ സമയം നമ്മുടേതാണ്, അവസരം നമ്മുടേതാണ്, നമ്മുടെ ദൃഢനിശ്ചയവും നമ്മുടേതാണ്. വരൂ, നമുക്ക് സ്വപ്നങ്ങളെ ദൃഢനിശ്ചയങ്ങളാക്കി മാറ്റാം, ആ നിശ്ചയങ്ങളെ കാര്യശേഷിയാക്കി മാറ്റാം, ആ കരുത്തിനെ വിജയമാക്കി തീർക്കാം. നമുക്ക് ഓരോ ചുവടുവെപ്പിനെയും വികസനത്തിലേക്കുള്ള ചുവടുവെപ്പുകളാക്കി മാറ്റാം.
തോളോട് തോൾ ചേർന്ന് നമുക്ക് മുന്നേറാം, മനസ്സുകൾ തമ്മിൽ കോർക്കാം, ലക്ഷ്യത്തിലേക്ക് തന്നെ കണ്ണുനട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരു ദീപത്തിൽ നിന്ന് 1000 ദീപങ്ങൾ തെളിയുന്നത് പോലെ നമുക്ക് വെളിച്ചം പടർത്താം. വരൂ, നമുക്ക് കൈകോർക്കാം. വികസിത ഭാരതം കെട്ടിപ്പടുക്കാം എന്ന ഏക വികാരത്തോടെ ഈ മംഗളകരമായ വേളയിൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ 1000 ആശംസകൾ നേരുന്നു. എന്നോടൊപ്പം ഉറക്കെ ചൊല്ലൂ, ഭാരത മാതാ കീ, ഭാരത് മാതാ കീ ജയ്, ഭാരത് മാതാ കീ ജയ്. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. എല്ലാവർക്കും വളരെ നന്ദി.